ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട വളരെ ഭയാനകമായിട്ടുള്ള ഒരു അസുഖമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. പ്രത്യേക തരം അമീബ കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരു ഇൻഫെക്ഷൻ വരികയും അത് കാരണം ഒരു കുട്ടി വളരെ സീരിയസ് ആവുകയൊക്കെ ചെയ്തതായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കുളങ്ങളുണ്ടായിരുന്നു. നമ്മൾ അവിടെയൊക്കെ നീന്തിയിട്ടുണ്ട്. നമുക്ക് അസുഖമൊന്നും വന്നിട്ടില്ല എന്നൊന്നും പറയണ്ട. കാര്യം ഇപ്പം കാലാവസ്ഥ ഒരുപാട് മാറി, നമ്മുടെ ജീവിത രീതി ഒരുപാട് മാറി, കാലഘട്ടം മാറി. അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ള പല രോഗങ്ങളും വരാനുള്ള റിസ്ക് നമുക്കുണ്ട്. അപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. നേരത്തെ കേട്ട ന്യൂസിലുള്ള കുട്ടി രക്ഷപ്പെട്ടു എന്നറിഞ്ഞു, പക്ഷേ അത് എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക തന്നെ. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. സാധാരണ ഒരു ബ്രെയിൻ ഇൻഫെക്ഷന് വരുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഈ അസുഖത്തിനും കാണുന്നത്. ഈ ഒരു അമീബയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് മൂക്കിനകത്തൂടെ മാത്രമേ നമ്മുടെ ബ്രെയിനിലെത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു വെള്ളത്തിൽ പോയി കാല് മുക്കി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ വഴി നമ്മൾ നടന്നു പോയി എന്ന് പറഞ്ഞിട്ടോ ഒന്നും നമുക്ക് ഇൻഫെക്ഷൻ വരില്ല. നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ അമീബ ഉള്ള വെള്ളത്തിനകത്ത് പോയി ഇറങ്ങി അവിടെ നീന്തി നമ്മുടെ മൂക്കിനകത്ത് വെള്ളം കയറി അതുവഴി നമ്മുടെ ബ്രെയിനിലെത്തിയാൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷൻ വരുള്ളൂ. വൃത്തിഹീനമായി കെട്ടിക്കിടക്കുന്ന വെള്ളം, കുളങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ, ആളുകൾ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലത്തൊന്നും പോയി നമ്മൾ നീന്താൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്വിമ്മിംഗ് പൂളുകൾ. കാര്യം ഈ സ്വിമ്മിംഗ് പൂളുകളിൽ നമ്മൾ സ്വിമ്മിങ്ങിന് കുട്ടികളെ വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും സ്വിമ്മിംഗ് പൂളുണ്ട്, ഫ്ലാറ്റുകളിലെല്ലാം സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിനകത്ത് വളരെ അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്വിമ്മിംഗ് പൂളുകളുടെ മെയിൻ്റനൻസ്. നമ്മുടെ കുട്ടിയെ നമ്മൾ സ്വിമ്മിങ്ങിന് പഠിപ്പിക്കാൻ വിടുന്നു, അതല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള പൂൾസൊക്കെ ഉണ്ടെങ്കിൽ പൂളിൻ്റെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഒരു ട്രെയിൻഡ് ആയിട്ട് ഒരാളിനെ വയ്ക്കുക. അതിനകത്ത് കെമിക്കൽസ് ആഡ് ചെയ്യുന്നത്, അതിനകത്ത് ക്ലോറിനേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം അവർ കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ വാല്യൂസൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പൂളിനകത്ത് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെ ഇറക്കാം. നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി തല വെള്ളത്തിൽ മുങ്ങാതെ നമ്മൾ നീന്തിയാൽ മതി എന്ന് പറയാറുണ്ട്. അതുപോലെ മൂക്കിനകത്ത് ക്ലിപ്പ് ഇട്ടിട്ട് നീന്തിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ളവർക്കൊക്കെ അത് പറ്റുമായിരിക്കും. അപ്പോൾ സാധാരണ ഒരു സ്വിമ്മിങ് പഠിച്ചു വരുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ നമ്മളൊക്കെ പോയി നീന്തുമ്പോൾ വെള്ളത്തിനകത്ത് ഇറങ്ങിയാൽ എന്തായാലും മൂക്കിനകത്ത് വെള്ളം പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു പൂൾ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇറങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ല. പ്രൊഫഷണലായിട്ടുള്ള ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പൂൾസ് എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻഡ് ആയിരിക്കും. അവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ കടൽ വെള്ളത്തിൽ കുളിക്കാമോ, അവിടെ നമ്മൾ ആരും ക്ലോറിനേഷനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കടൽ വെള്ളത്തിൽ സാധാരണഗതിയിൽ അതിൻ്റെ ഉപ്പ് രസം ഉള്ളത് കൊണ്ട് വളരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കടൽ വെള്ളം സേഫാണ്.